നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുക. അമ്മാതിരിയുള്ളൊരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത്. എന്തൊക്കെ കാണണം നമ്മുടെ നാട്ടിലല്ലേ. അപ്പോൾ ഇപ്പോൾ പെണ്ണുങ്ങൾ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇന്നിപ്പോൾ ഭർത്താക്കന്മാരെ ആയാലും അതുപോലെ തന്നെ കാമുകന്മാരെ ആയാലും ഒക്കെ തേച്ചു കൊണ്ടിരിക്കുന്നത്. അമ്മാതിരി കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഒരു കൊച്ചു കുടുംബം, ഇടത്തരം കുടുംബം, സാമ്പത്തികമായിട്ടൊന്നുമില്ല, ഇങ്ങനെ പണിയെടുത്താൽ ജീവിക്കാം എന്ന് പറയുന്ന ഒരു കുടുംബം. അപ്പോൾ ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല അതിസുന്ദരിയാണ്. അതുപോലെ തന്നെ അവർക്കൊരു പെൺമകളുണ്ട്. അവർക്കൊരു ആ പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കണം. നല്ലൊരു ആലോചന വന്നു. ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. അപ്പോൾ അവർ ചോദിച്ച സ്വർണം കൊടുക്കാനായിട്ട് ഇവരിൽ പൈസ ഇല്ല. ഇവർക്ക് ഈ ബന്ധത വിട്ട് കളയാനും പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മകൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തൊക്കെ ഉണ്ടെങ്കിലും നിൻ്റെ കല്യാണം ഞാൻ നടത്തും. അത് എന്തൊക്കെ നമ്മുടെ ഇപ്പോൾ സ്ഥലം വിൽക്കാനായിട്ടില്ല, അത് പണയത്തിലാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തായാലും ഞാൻ നിൻ്റെ കല്യാണം നടത്തും. അങ്ങനെ ഭാര്യയും ഭർത്താവ് ആലോചിക്കുക, നമുക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണം. ആ 10 ലക്ഷം രൂപ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു കൊടുക്കണം, നിങ്ങളൊന്നും വിഷമിക്കണ്ട. നിങ്ങളുടെ ഒരു കിഡ്നി വിറ്റാൽ ഒരു 10 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മകളുടെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ശരിയാണല്ലോ, എൻ്റെ ഒരു കിഡ്നി പോയാലും എനിക്കൊരു കിഡ്നിമേ ജീവിക്കാമല്ലോ. അത് കഴിഞ്ഞ് ഭാര്യ അദ്ദേഹത്തെയും കൊണ്ട് പല ആശുപത്രിയിൽ കയറി ഇറങ്ങലായി. കിഡ്നി രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്, 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നാൽ മതിയെന്ന് അവരോട് എല്ലായിടത്തും പറഞ്ഞു. അപ്പോൾ ഇയാളുടെ രക്തം യോജിക്കുന്ന ഒരാളുടെ യോജിക്കുന്ന ഒരാൾക്ക് കിഡ്നി കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പല കേസുകളും വരുമ്പോൾ ഈ ആശുപത്രിക്കാരെ അറിയിക്കും, ഇവർ വന്ന് അന്വേഷിക്കും. അപ്പോൾ അവരെ രക്തം പരിശോധിക്കും, ചേരില്ല, അപ്പോൾ അങ്ങനെ പോരും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരെ ഭാഗ്യത്തിന് എന്തുണ്ടായി, ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കിഡ്നി ആയിട്ട് നല്ല മാച്ചിങ്ങാണ്. അപ്പോൾ അങ്ങനെ 10 ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിച്ച് അങ്ങനെ എന്തുണ്ടായിച്ചോ ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം ദിവസം എത്തി. അങ്ങനെ ഓപ്പറേഷൻ ഭർത്താവിനെ കയറ്റി. ആ ഭർത്താവിനെ കയറ്റി കഴിഞ്ഞിട്ട് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അവർ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ കഴിയുന്നതോട് കൂടി തന്നെ ഓപ്പറേഷൻ തീയതിക്ക് കയറ്റിയപ്പോൾ തന്നെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അവർ 10 ലക്ഷം രൂപ ക്രെഡിറ്റായി. അപ്പോൾ ഭാര്യയ്ക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ എന്തായാലും കല്യാണമൊക്കെ ഭംഗിയായി നടത്താമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഭർത്താവ് എന്തുണ്ടാച്ചാൽ 2 ദിവസം 3 ദിവസമൊക്കെ ഐസിയിൽ കിടന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് അപ്പോൾ ഭാര്യനെ കാണാനില്ല. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് പോലും ഭാര്യനെ കാണാനില്ല. അപ്പോൾ ഭാര്യ വീട്ടിലുണ്ടാകുമെന്ന് വിചാരിച്ചേ. അപ്പോൾ അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വന്ന് മോളോട് പറഞ്ഞു, അമ്മ 2-4 ദിവസമായിട്ട് ഇവിടെ വരാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ആകെ വെപ്രാളായി. ഭാര്യ ഇങ്ങോട്ട് പോയി. അങ്ങനെ അന്വേഷിച്ചിട്ട് ഒരിക്കലും കാണാനില്ല. അപ്പം തന്നെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. പരാതി എൻ്റെ ഭാര്യനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. എന്താ ഉണ്ടായേ, ഈ 10 ലക്ഷം രൂപ ഈ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയോട് കൂടിയിട്ട് ഭാര്യയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നു, ഫേസ്ബുക്ക് വഴിയുള്ള ഒരു കാമുകൻ. ആ കാമുകനെ വിളിച്ച് അവർ 2 പേരും കൂടി സ്ഥലം വിട്ടു ഈ 10 ലക്ഷം രൂപയും കൊണ്ടിട്ട്. അപ്പോൾ ഇവർ മുമ്പ് ഈ പെണ്ണ് പ്ലാൻ ചെയ്തതാണ്. കിഡ്നി വിൽക്കാനും കിഡ്നി വിറ്റിട്ട് ഇവർ ഒളിച്ചോടാനും ഇവർ മുൻപേ പ്ലാൻ ചെയ്തതാണ്. ഇവളെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട വ്യക്തിക്ക് എന്ന് വെച്ചാൽ വലിയ സാമ്പത്തികമില്ല. അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ, നീ അദ്ദേഹത്തിന് വിട്ട് വരുമ്പോൾ കുറച്ച് കാശ് കൊണ്ടുവരാണ്ട് ഇപ്പോൾ നമുക്ക് എവിടെയും പോയി ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കാശ് വേണം എന്ന് പറഞ്ഞത്. എന്തുണ്ടായി, അന്ന് മുതൽ ഇവർ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. ഭർത്താവിൻ്റെ കിഡ്നി വിറ്റിട്ട് ഈ പൈസ കിട്ടുന്നതോട് കൂടിയിട്ട് ഇവിടുന്ന് സ്ഥലം വിടാന്നുള്ളത്. ഭർത്താവിൻ്റെ കിഡ്നി വിറ്റു, കാശ് ക്രെഡിറ്റായി. ഉടനടി ഇവൾ സ്ഥലം വിട്ടു ഇയാളുടെ കൂടെ. ഇയാൾ പോലീസിൽ പോയി പരാതി കൊടുത്തു. പോലീസ് തീവ്രമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ പിടി കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ പറയും പെൺബുദ്ധി പിൻബുദ്ധിയാന്ന്. അത് വെറുതെ പറയാം. ഇപ്പം പെൺബുദ്ധിയാണ് ഏറ്റവും അധികം ബുദ്ധി. നമ്മുടെ ആണുങ്ങളെയൊക്കെ കൊണ്ടുപോയി വിറ്റ് അവർ കയ്യിൽ കാശ് കൊണ്ടുപോയി അവരിതുപോലെ കാമുകന്മാരെ കൂടെ ഓടും. ഇന്നല്ലെങ്കിൽ നാളെ ആ ജീവിതം അവർക്ക് മടുക്കും. അവർ വേറെ ആളുടെ കൂടെ പോവും. ആ കാമുകനെ പറ്റിക്കാൻ പറ്റിയെങ്കിൽ ആ കാമുകനെ പറ്റിച്ച് അങ്ങോട്ട് പോവും. അപ്പോൾ നമ്മൾ ഭാര്യമാർ കൂടുതൽ സ്നേഹം കാണിച്ച് കിഡ്നി വിൽക്കാനോ സ്ഥലം വിൽക്കാനോ വേറെ എന്തെങ്കിലുമൊക്കെ വിൽക്കാനോ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പൊന്ന് ഭർത്താക്കന്മാർ, നിങ്ങൾ ചതിക്കരുത്. നിങ്ങളുടെ ഒരു കിഡ്നിയും വിൽക്കണ്ട, എന്തെങ്കിലുമൊക്കെ പ്ലാൻ കണ്ടിട്ടായിരിക്കും ഇവിടന്മാരിങ്ങനെ ചെയ്യുന്നത്. കുടിക്കര വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല ഭാര്യമാരെ. അതുപോലെ തന്നെ പെണ്ണുങ്ങളെ മനസ്സ് കണ്ട ഒരാളും ഇല്ല. അവരെ മനസ്സ് കാണാനൊരു നൂറ്റാണ്ട് മുഴുവൻ അവർ കൂടെ ജീവിച്ചാലും നമുക്ക് സാധിച്ചൊന്നും വരില്ല. ഇതെല്ലാം മനസ്സിൽ വെച്ച് വേണം ഭർത്താക്കന്മാർ ഭാര്യമാരെ കൂടെ ജീവിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.